ഹലോ. എന്നും രാവിലെ എണീക്കുക, ഫുഡ് ഉണ്ടാക്കുക, അത് കെട്ടിയോന് കെട്ടിപ്പറിക്കി കൊടുത്തു വിടുക, കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പരാതികളൊക്കെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ആ പരാതികളൊക്കെ അങ്ങ് മാറിക്കോട്ടെ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഈ മഞ്ഞും കൊണ്ട് ഈ വെറൈറ്റിക്ക് ഞാൻ എവിടേക്കാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നും പറയാറില്ലേ ചേട്ടായി അമ്മയും കൂടിയിട്ട് പറമ്പിൽ പോയി എന്ന്. ആ പറമ്പിലേക്ക് അമ്മയ്ക്ക് പകരം ചേട്ടായുടെ കൂടെ വന്നേക്കണതെന്ന് ഞാനാണ് കേട്ടാ. അപ്പം ഈ പറമ്പിൽ നീ എന്തിട്ടാ കാണിക്കാൻ പോണേ, ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നും, സ്വാഭാവികം. പക്ഷെ എല്ലാം പറിച്ച് അവസാനിക്കാറായി. അപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത്. ഇനിത് ഇത്രയും കപ്പയും കൂടി ഉള്ള പറിക്കാൻ വേണ്ടിയിട്ട് ഈ പറമ്പിൽ നമ്മൾ കപ്പ നട്ടേക്കറിന് ഇവിടെ ഉള്ളതൊക്കെ അവർ പറിച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇത്രയും കൂടി പറിക്കാനുള്ളൂ. അപ്പോൾ എനിക്ക് എന്താ ഇവിടെ റോളെന്ന് വെച്ചാൽ, ഇങ്ങോർക്കൊരു കമ്പനി കൊടുക്കുക, ഈ പറിച്ച് വെട്ടിയിടുന്ന ഈ കോലും ഇലകളും കാര്യങ്ങളൊക്കെ വാരിക്കൊണ്ടുപോയി കളയുക എന്നുള്ളതാണ് എൻ്റെ ഇവിടുത്തെ റോള്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്ന് ഒരൊറ്റ പണിക്കാരെയും കൂട്ടാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇത്രയും കപ്പയൊക്കെ സെറ്റ് ചെയ്ത് അതിനെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് ഇതുവരെ ആക്കി, എന്താ പറയുക, വെയിൽ തെളിയണതിന് മുന്നേ പണി അവസാനിപ്പിച്ച് കയറി പോണ ഒരു പണിക്കാരനാണ് ഈ കാണുന്നത് എന്ന് സ്പെഷ്യലി പറയാൻ പറഞ്ഞു. അങ്ങനെ മാത്രമല്ല, എന്താ പറയുക, നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ രാവിലെ കളയുന്ന സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലല്ലേ. അപ്പോൾ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്ത് അവസാനിപ്പിച്ചു. ചേട്ടായി ഒരു കടയിൽ കപ്പ കൊടുക്കാൻ പോയി കയറുന്നു. അത് കഴിഞ്ഞ് വന്നതേ നമ്മുടെ കടയിലേക്കുള്ള കപ്പ എടുത്തു. എൻ്റെ കയ്യിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രായത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സമയമായി. വെയിൽ തെളിയാറായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.